Watch full episodes on Jio Hotstar. വണ്ടിന്ന് താഴെ ഇറങ്ങ്. ഇവിടെ പോലീസ് ചെക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പേഴ്സ് എടുക്ക്, വേഗം നിന്റെ പേഴ്സ് എടുക്ക്. പിന്നെ നിന്റെ സ്വർണ്ണ മോതിരം അഴിച്ചെത്താ. വേഗം ഇറങ്ങ്. സാറേ, നിങ്ങൾ എന്താ ചെക്ക് ചെയ്യുന്നത്? പോലീസായിട്ട് മോതിരം കഴിച്ചു തരാൻ പറയുന്നു. ഒന്ന് വായ അടയ്ക്കടാ. മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് കേട്ടോളണം. നിന്റെ അടുത്തുള്ള പൈസയും വാച്ചും സ്വർണവും എല്ലാം എന്റെ അടുത്ത് തരണം. ഞാൻ അത് എടുത്തോണ്ട് പോയി ചെക്ക് ചെയ്തിട്ട് പിന്നെ നിന്റെ അടുത്ത് തിരിച്ചു തരും. മനസ്സിലായോ? എടാ കോൺസ്റ്റബിൾസ്, എന്താ നോക്കി നിൽക്കുന്ന? വേഗം പോയി വാങ്ങിക്കേ. നിങ്ങളുടെ കയ്യിലുള്ള സാധനമൊക്കെ വേഗത്തിൽ ഇട്ടോളൂ. എടാ, അവിടെ എന്താ ചെയ്ത? വേഗം നിന്റെ കയ്യിലുള്ള ഒന്നും ചെയ്യരുത്. നിങ്ങളുടെ സാധനം ഇതിൽ ഇട്ടോളൂ. വേഗം ഇട്ടോളൂ. ഗട്ടുപട്ടുവിനെ ഒന്ന് വിളിച്ച് പറയണം. ആ ഇൻസ്പെക്ടർ മന്മാനിക്ക് ഫോൺ ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. ഹലോ, ഗട്ടുപട്ടു സെക്യൂരിറ്റി ഏജൻസിയാണോ? ഞങ്ങൾ അങ്ങോട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഡോണ്ട് വറി. എന്തിനാ എന്റെ മോന്ത തന്നെ നോക്കുന്നത്? വേഗം വാ, നമുക്ക് ഇവിടുന്ന് പോവാം. ഗട്ടുപട്ടു വരുന്നതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് സ്ഥലം ഗാലിയാക്കാം. വരൂ, പോവാം. അവിടെ ഹീറോനെ പോലെ എൻട്രി തരുന്നു ബോസ്. നോക്ക് ബോസ്. എന്റെ അമ്മച്ചി. എന്റെ അടുത്ത് കളിച്ച ബാക്ക് തീർച്ചയായും പഞ്ചറാവും. എന്താടാ നോക്കി നിൽക്കുന്നത്? വേഗം പോയി അവന്മാരെ ഇടിച്ച് ചമ്മന്തിയാക്ക്. വില്ലത്തരത്തിന്റെ മറ്റൊരു പേര് ഷേർ സിംഗ് എന്നാണ്. അത് അവർക്ക് മനസ്സിലാക്കി കൊടുക്ക. അവിടെ നിക്ക. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ പേരെന്താ ബോസ്? വായടക്കടാ. നിങ്ങൾ ഇനി പോയില്ലേ? വേഗം പോയി അവന്മാരുടെ കയ്യും കാലം അടിച്ചോടിക്കേ. പോടാ. വരൂ വരൂ, ഞങ്ങൾ നോക്കിക്കോളാം. നിന്റെ സൈഡിൽ നോക്ക്. ഇങ്ങോട്ട് വരില്ലേടാ. ബട്ടു, ഷേർ സിംഗ്, നിങ്ങൾ പെട്ടു. ജമൂറ, വേഗം പുറത്തു വാ. അവന്മാരുടെ കഥ തീർക്ക. ഇവനെ കാണാൻ ചോക്കറിനെ പോലെ ഉണ്ട്. പക്ഷെ സിക്സ്ത് സെൻസ് എന്താ പറയുന്നത്? ഇവിടെ എന്തോ വലിയ പ്രശ്നം നടക്കാൻ പോകുന്നു എന്നാണ്. ബട്ടു, എനിക്ക് ഇവിടെ ഇപ്പൊ പ്രശ്നമൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല. നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ. ബട്ടു, നീ പറഞ്ഞത് ശരിയാണ്. പ്രശ്നമാണ്, ഇത് വലിയ പ്രശ്നമാണ്. ഈ ജോക്കർ എന്റെ എല്ലാം ഇടിച്ചൊടിക്കുകയാണ്. തുറക്കടാ, പുറത്തേക്ക് ഇറങ്ങടാ, ധൈര്യം ഉണ്ടെങ്കിൽ.
അവിടെ പോയോ? നിക്കണ അങ്ങനെയാണോ? എങ്ങനെയുണ്ട്? കൊള്ളാമോ? വീണ്ടും പണി കിട്ടിയല്ലോ. എടാ പിള്ളേരെ, വേഗം ഓടിക്കോ. വേഗം വണ്ടി എടുക്കടാ. എടാ എന്നെ കൂടെ കൊണ്ടുപോടാ. ഞാനാണ് നിങ്ങളുടെ ബോസ്. ഇങ്ങനെ ചെയ്താൽ ശമ്പളം കിട്ടില്ല. യവന്മാര് ഒപ്പം തന്നെ വരുന്നുണ്ടല്ലോ. ബോസ് വേഗം വരൂ ബോസ്, വേഗം വാ. ബോസിനെ എങ്ങനെ വേഗം പിടിക്കുക? ബോസ് വേഗം വരൂ, ഞാൻ പിടിക്കാം. വേഗം വാ, കേറ് കേറ്. വേഗം എന്നെ രക്ഷിക്കാനാ. എന്റെ കണ്ടില്ലേ ബോസ്, ഞാൻ നിങ്ങളെ എങ്ങനെ രക്ഷിച്ചത്? അനങ്ങിപ്പോകരുത്. എന്റെ സാറേ, അവരാണ് കള്ളന്മാർ, ഞങ്ങളല്ല. വണ്ടി നിർത്തണോ? പോകരുത്. നിയമത്തിന്റെ കാലിന് നീളം കൂടുതലാണ്. നിങ്ങൾ ഇങ്ങനെ പോയാൽ ഞാൻ നിങ്ങളെ ഓടി വന്ന് പിടിക്കുന്നതായിരിക്കും. ചമ്മക് സിംഗ്, ചായ തരൂ. ഒന്ന് വേഗം ചമ്മക് സിംഗ്. ചായ തരൂ. ശരി, ഇത് കൊടുത്ത രണ്ട് സാധിക്കും സന്തോഷാവും. ഇത് തീർച്ചയായും വർക്കൗട്ട് ആവും. 2 ഗ്ലാസ് ആയതുകൊണ്ട് 2 എണ്ണം. വേഗം പോവാം. ഇത് ഒന്നാമത്തെ സബ്ജിക്ക്, ഇത് രണ്ടാമത്തെ സബ്ജിക്ക്. ബോസേ ബോസേ, നിങ്ങളിപ്പോ എന്താ ചെയ്തത് ബോസ്? ഗട്ടോ ബട്ടുടെ ശല്യം ഇപ്പൊ കൂടിയിരിക്കുകയാണ്. അവരെങ്ങനെയെങ്കിലും നമുക്ക് തടഞ്ഞേ പറ്റൂ. അതിനു വേണ്ടിയാണ് ഞാൻ ഈ പ്ലാൻ ഇട്ടത്. അവരിപ്പോ ആ ജ്യൂസ് കുടിച്ചാൽ അവര് മൊത്തത്തിൽ സ്ലോ ആവും. പിന്നെ എന്താ നടക്കാൻ പോകുന്നെന്ന് കണ്ടറിഞ്ഞോലോ. ഓഹോ, നല്ല രസമുണ്ടാവും. നമുക്ക് പോയി അത് കാണാം. ഞങ്ങള് കണ്ടിട്ട് പറയാം ബോസേ. എടാ നിക്കടാ. ഇത് ഇങ്ങനെ സബ്ജി ജ്യൂസ് കുടിച്ചോളൂ, ജ്യൂസ് കുടിച്ചോളൂ സബ്ജി. ജ്യൂസ് ആയിരുന്നാ? കുടിച്ചോളാം. കുടിച്ചോളൂ സബ്ജി. സബ്ജി നിങ്ങൾ ഗട്ടോ സബ്ജിയുടെ കുടിച്ചോ? യമി യമി, നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. എന്നാ വാ, എനിക്ക് ഇനി കുറച്ചുകൂടി ഉണ്ടാക്കിത്താ. ശരി സബ്ജി. എടാ ഞാനും കൂടി ഒന്ന് നോക്കിക്കോട്ടെ. ഒന്ന് മാറി നിക്ക്. മാറടാ. നമുക്ക് അങ്ങോട്ട് പോകാം. നമുക്കൊരു കാര്യം ചെയ്യാം, അകത്ത് പോയി നോക്കാം. വാ. ഇവരെന്താ ഇവിടെ? നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് എന്താണോ ചെയ്യുന്നത്? അവരുടെ അവസ്ഥ എന്താന്ന് പോയി നോക്കിട്ട് വരാൻ പറഞ്ഞില്ലേ ബോസ്? അതുകൊണ്ടാ ഞങ്ങളിപ്പോ നോക്കിയേ. കണ്ടോ ബോസ്? ഈ മണ്ടന്മാര് ജോലിക്കെടുത്ത് എന്നെ വേണം പറയാൻ. എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ലടാ. എടാ നിങ്ങൾ എന്റെ ഒപ്പം ഉള്ളവരെ ഒരു പ്ലാനും നടക്കില്ല. പുറത്തു പോടാ. കെട്ടുപെട്ടു സുഖാണോ? ഞാൻ വെറുതെ ഈ വഴി കൂടെ പോയപ്പോ ഒന്ന് കേറിന്ന് മാത്രം. ബൈ ബൈ. ഭട്ടുടെ സിക്സ് സെൻസ് പറയുന്നു എന്തോ ഒരു ആപത്തുണ്ടെന്ന്. അതെന്താണെന്ന് വെച്ചാൽ ഭട്ടു പറയുന്നതിലും കാര്യമുണ്ട്. വരൂ ഭട്ടു, നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ ഗാർഡ്സ് ഉള്ള സ്ഥലത്തൊക്കെ പോയി നോക്കിയിട്ട് വരാം. ഓഹോ, എന്റെ ഭട്ടു, നീ എന്താ ഈ സമയത്ത് കിടന്ന് ഉറങ്ങുന്നത്? എന്റെ ഒപ്പം വരാൻ. ഓഹോ, എന്റെ ഭട്ടു, നിനക്ക് എന്താ ഇത് പറ്റിയത്? വാ എന്റെ കൂടെ. ഞാനല്ലേ പറയുന്നേ. അല്ല, ഇതെന്താ സംഭവിക്കുന്നേ?
ഇതെന്താ സ്റ്റാർട്ട് ആവാത്തെ? വണ്ടി കേടാൻ കണ്ടൊരു നേരം. അവരുടെ ജീപ്പ് ചീത്തയാക്കിയത് ഞാൻ തന്നെയാ. ഇനി ഒരിക്കലും അവരുടെ ശല്യം നമുക്ക് ഉണ്ടാവില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചാലും അത് എളുപ്പത്തിൽ ചെയ്യാം. എടാ മണ്ടന്മാരെ, നിങ്ങൾ എന്തായി ചെയ്യുന്നത്? എന്നെ ദേഷ്യപ്പെടുത്തല്ലേടാ. ഇതിന് ശേഷം വിചാരിക്കുന്നതൊക്കെ ചെയ്യാന്ന് പറഞ്ഞത് ബോസ് അല്ലേ? പിന്നെ പറഞ്ഞിട്ട് എന്തിനാ ചീത്ത വിളിക്കുന്നത് ബോസ്? ഇതിന് ഞാൻ നിങ്ങളോട് ദേഷ്യപ്പെട്ടു പോവാണ്. ഞാൻ നിങ്ങളോട് മിണ്ടില്ല മിണ്ടില്ല മിണ്ടില്ല. ഞാൻ പറഞ്ഞില്ല മിണ്ടില്ല. മിണ്ടിയില്ലെങ്കിൽ എനിക്ക് ഒരു ചുക്കില്ലടാ. അതാ അവിടെ കട്ടുപെട്ടു നിൽക്കുന്നുണ്ട്. അവരെന്താ ചെയ്യണമെന്ന് നോക്ക് വേഗം. ബട്ടു, ജീപ്പ് സ്റ്റാർട്ട് ആവുന്നില്ല. നീ ഒന്ന് തള്ളേണ്ടി വരും. ബട്ടു, ഹേ ബട്ടു. ഒന്നുമില്ല, വണ്ടി നിന്നു പോയതാണ്. പുറത്തിറങ്ങി തള്ളാൻ നോക്ക്. വാ. ശരി. താങ്ക് യു ബട്ടു. ഇനി നീ കിടന്നുറങ്ങിക്കോ. ഓ എന്റെ ബട്ടു. ബട്ടു എഴുന്നേക്ക്. എന്താ നിനക്ക് സംഭവിച്ചത്? എഴുന്നേക്കാൻ. സോറി സോറി. എന്താന്നറിയില്ല, എനിക്കിന്ന് ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നു. അല്ല, നമ്മുടെ ജീപ്പ് ഇവിടെ. അതിവിടെ ഉണ്ടല്ലോ. അയ്യോ, ജീപ്പ് പോയെന്നാ തോന്നുന്നത്. ബട്ടു എന്റെ കൂടെ വാ, ജീപ്പ് പിടിക്കണ്ടേ? ഓ, എങ്ങോട്ടാണ് ഈ പോകുന്നത്? ഒന്ന് നിക്കാൻ. നമുക്ക് പിടിക്കാൻ പറ്റും. കമോൺ ബട്ടു, കമോൺ. ആളിരിക്കുമ്പോ ഇത്ര സ്പീഡിൽ പോകാറില്ലല്ലോ. ബോസ് ബോസ്, ജീപ്പ് നമ്മുടെ അടുത്തേക്ക് വരുന്നത് പോലെ തോന്നുന്നു ബോസ്. നിങ്ങൾ വേണമെങ്കിൽ നോക്കൂ ബോസ്. എടാ, വണ്ടി മുന്നിലല്ല പിന്നില വരണ. വേഗം ഓടിക്കാം. വേറെ വഴിയില്ല, വെള്ളത്തിൽ ചാടാം. സമാധാനമായി. അങ്ങനെ വണ്ടി നിന്നല്ലോ. ഓഹോ, എന്റെ ബട്ടു, ഇപ്പോഴെങ്കിലും ഒന്ന് എഴുന്നേക്ക്. നമുക്ക് നേരെ പ്രൊഫസറിന്റെ അടുത്തേക്ക് പോകാം. അദ്ദേഹത്തിന് മാത്രമേ നിന്നെ ശരിയാക്കാൻ പറ്റൂ. എനിക്ക് തോന്നുന്നത് ഇത് ഷേർ സിംഗ് ആണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന്. എടാ പിള്ളേരെ, ആ ഗട്ടൂണിയും ബട്ടൂണിയും ഞാൻ എന്താ ചെയ്യാൻ പോകുന്നെന്ന് നിങ്ങൾ നോക്കിക്കോ. നിങ്ങൾ അത് കാണുമ്പോ ശരിക്കും എൻജോയ് ചെയ്യും. ഞങ്ങൾ ഇവിടെ ഇരുന്ന് നോക്കിക്കോളാം. അതങ്ങോട്ട് വെക്കാം. എന്താണോ ചെയ്യുന്നത്? എടാ മണ്ടന്മാരെ, ഞാൻ നിങ്ങളോട് എന്താ പറഞ്ഞത്? നിങ്ങൾ എന്താ ചെയ്യുന്നത്? അനുസരണക്കേട് കാണിച്ചാൽ എന്റെ അടുത്ത് നിന്ന് നല്ലോണം അടി വാങ്ങിക്കും. ഞാൻ പറയുന്നത് കേക്ക്. അവന്മാരുടെ കഥ കഴിക്കണം. വേഗം കല്ലുണ്ട്. എന്താ ബോസ്, ബോസ് അല്ലേ ഇവിടെ ഇരുന്ന് നോക്കാൻ പറഞ്ഞ്? അതുകൊണ്ടാ ഞങ്ങൾ ഇവിടെ ഇരുന്ന് നോക്കിയത്. വേറെ എന്താ ചെയ്യണ്ടേ? കൊല്ലാം. ബട്ടു, മുകളിലേക്ക് നോക്ക്. ഒന്ന് മുകളിലേക്ക് നോക്കാൻ. ബട്ടു, നീ വീണ്ടും ഉറങ്ങിപ്പോയോ? ബട്ടു, അവിടെ നിന്ന് മാറ്. കമോൺ. കാർമേഘം വന്നു. ഇനി മഴ പെയ്യാൻ പോവാന്. നല്ല രസം ഉണ്ടാവും. വേഗം തന്നെ രക്ഷിക്കണം.
ഓക്കെ. ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ എങ്ങനെയുണ്ട് എന്റെ ക്രിയേഷൻ? ഒരു ഗുളിക കൊടുത്താൽ അവന് ശരിയാവുന്നതേ ഉള്ളൂ. എന്റെ പട്ടു, നീ ആ മാവൊന്ന് തുറക്കൂ, എന്നിട്ട് മരുന്ന് കഴിക്കൂ. കഴിക്കൂ പട്ടു. ദാ കണ്ടില്ലേ, ഗുളിക നാക്കി തന്നെ വെച്ച് കിടന്നുറങ്ങിക്കളഞ്ഞു. എന്റെ പ്രൊഫസർ സാറേ, ഇവൻ ഇഞ്ചക്ഷൻ കൊടുത്താലേ ശരിയാവത്തുള്ളൂ, എന്നാലേ ഇവൻ എഴുന്നേക്കത്തുള്ളൂ. എന്നാ ശരി, ഓക്കെ, ഞാനിപ്പോൾ ഇഞ്ചക്ഷൻ ഇടാം. ഇട്ടു. അയ്യോ, ഇവൻ മാത്രയും കഴിച്ചു, ഞാൻ ഇഞ്ചക്ഷനും ഇട്ടല്ലോ. ഇത് ഡബിൾ ഡോസ് ആവുമല്ലോ, ഇനി എന്താ ചെയ്യാ? ബട്ടുവിനിപ്പോ എന്താ സംഭവിക്കാന്ന് അറിയില്ലല്ലോ, പേടിയാവുന്നു. ശരിയായി. നമ്മൾ ഇവിടെ എന്താ ചെയ്തോണ്ടിരിക്കുന്നേ? നമ്മുടെ സെക്യൂരിറ്റി പണികളെല്ലാം നമുക്ക് നോക്കണമല്ലേ? നമുക്ക് കുറെ കടമകൾ ബാക്കി ഇരിപ്പുണ്ട്. വേഗം വാ. എന്റെ പിള്ളേരെ, ശകലം ബഹുമാനമെങ്കിലും തന്നൂടെ എനിക്ക്? ഒരു താങ്ക് യു പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക്? ഒന്ന് പതുക്കെ പോ പട്ടു. ഹേയ് കട്ടു, ഇവിടെ എല്ലാം ഓക്കെയാണ്. വാ, ഇവിടെയല്ല ഓക്കെ. അപ്പൊ പ്രോബ്ലം എവിടെയാണ്? വാ പോവാം. വെള്ളം, കുറച്ച് വെള്ളം വേണം. ടിങ് ടോങ്, എനിക്ക് വെള്ളം വേണം. ബട്ടു, എനിക്ക് നല്ല ക്ഷീണമായെന്നേ. എന്നെ ഓടിച്ചപ്പോ നിനക്ക് സമാധാനമായല്ലോ. സബ്ജി ജ്യൂസ്, അതോടൊപ്പം ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതും കഴിച്ചോളൂ സബ്ജി, ഒന്നും വേസ്റ്റ് ചെയ്യണ്ട സബ്ജി. ഭക്ഷണം. ഗുഡ് നൈറ്റ്. ഹായ് ഗട്ടു, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഭക്ഷണം കഴിച്ചോ? പെട്ടെന്ന് വാ, നമുക്ക് റൗണ്ടിങ്ങിന് പോകണ്ടല്ലേ? ഹലോ, എന്ത്? ഷേർ സിംഗ് വിശ്വരാംപൂരിലെ ബാങ്ക് കൊള്ളയടിച്ചെന്നോ? ആ ഓക്കെ ഓക്കെ, ഞങ്ങളിതാ പെട്ടെന്ന് വരുന്നു. ഗട്ടു, പെട്ടെന്ന് വാ, പോവാം. ബട്ടു, സോറി. ഇപ്പൊ പോവാം. നിങ്ങൾ എത്തിയോ കെട്ടുപെട്ടു? അവൻ മോഷ്ടിച്ചിട്ട് ഇതുവഴിയാ പോയത്. വേഗം ചെന്ന് അവരെ പിടിക്കൂ. നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോ, ഇനി നമ്മൾ എന്ത് ചെയ്താലും ഗട്ടുണും ബട്ടുണും നമ്മളെ പിടിക്കാനാവില്ല. വില്ലത്തരത്തിന്റെ മറ്റൊരു പേര് ഷേർ സിംഗ്. എത്ര വേണമെങ്കിലും ഓടിക്കോളൂ, നിങ്ങൾക്ക് രക്ഷപ്പെടാനാവില്ല. എടാ, ഇവ എങ്ങനെ എത്രയും വേഗത്തിൽ ഓടുന്നത്? എന്തായിരിക്കും കാരണം? നിങ്ങൾ തന്ന മരുന്ന് കാരണമാണ്. നിന്നോ. എടാ പിള്ളേരെ, എന്തെങ്കിലും ചെയ്ത് എന്നൊന്ന് രക്ഷിക്കണ. അവന്മാരുടെ അടുത്തുനിന്ന് ഇനിയും തള്ളു വാങ്ങിക്കാൻ എനിക്ക് കഴിയില്ല. അവനെ എങ്ങനെയെങ്കിലും താഴെ ഇറക്ക്. താഴെ പോടോ, താഴെ പോ. നിന്നെ ഞാൻ വിടില്ല. എന്താ ഇത്? എടാ തടിയാ, നീ എന്തിനാണ് ഇപ്പൊ വണ്ടിയെ നിർത്തിയത്? ബോസ്, നിങ്ങളെല്ലാം കെട്ടുപട്ടിന് എന്ത് രക്ഷിക്കാൻ പറഞ്ഞ് ഇപ്പൊ നോക്കിയ അവർ രണ്ടുപേരും പറന്നുപോയി. Good, very good. നിങ്ങൾക്ക് ഓരോ പ്രാവശ്യവും അവരെ പോയി തല്ലെന്ന് പറയണോടാ. ഇതൊക്കെ നിങ്ങളായിട്ട് മനസ്സിലാക്കി ചെയ്യണ്ടേ? അടിച്ചു. നീ അവിടെ നിക്ക് കട്ടു. നീ ബട്ടുടെ സ്പീഡ് എന്താന്ന് ഇപ്പൊ കാണും. സ്പീഡ്.
അത് കൊള്ളാം. നീ ഇവിടെ നിൽക്ക്. അങ്ങനെ തന്നെ. ഇപ്പൊ നീ നോക്ക്. ഞാൻ സ്ലോ ആവാനല്ലേ മരുന്ന് കൊടുത്തത്, പക്ഷേ ഓപ്പോസിറ്റ് ആയിട്ടാണല്ലോ പ്രവർത്തിക്കുന്നത്. ഇത് എങ്ങനെ സംഭവിച്ചു? വാ വാ, എല്ലാരും അടിച്ച് മോതിര ഷേപ്പ് മാറ്റി തരാം. ഞാൻ എത്ര ബുദ്ധിപൂർവ്വം പ്ലാൻ ചെയ്താലും നിങ്ങളെ പോലെ മണ്ടന്മാർ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു പ്ലാനും വർക്കാവില്ല. അവസാനം വരെ തല്ലി കൊല്ലാനാവും വിധി. ബോസ്, ബുദ്ധിയുടെ ആദ്യത്തെ പേരും കെട്ടുപെട്ടുവാണെന്ന് തോന്നുന്നു അല്ലേ ബോസ്? കാലക്ക് കളഞ്ഞല്ലോ ബട്ടു. എന്റെ ദേഹം മൊത്തം വേദനിക്കുന്ന കട്ടു. ഞാനതോ 100 കിലോമീറ്റർ ഓടി വന്ന പോലെയാണ് ഫീലിംഗ്. ആഹാ ബട്ടു, നീ നോർമലായി കഴിഞ്ഞു. നീ ഇപ്പോൾ നോർമലായി കഴിഞ്ഞു. അനങ്ങിപ്പോകരുത്. ഇവിടുന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ ഞാൻ നിങ്ങളെ ഓടി വന്ന് പിടിക്കുന്നതായിരിക്കും. Watch India's largest kids library only on Jio Hotstar. Download the app now.